പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇറാനിലെ ഭരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു തരത്തിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. പട്ടാളം അവിടെ ആധിപത്യം ഏറ്റെടുക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടുത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ് ഇത്തരത്തിൽ പട്ടാള ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വരുന്ന ദിവസമാണ്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഇറാനിൽ പട്ടാളം പിടിമുറുക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണകാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന് റിപ്പോർട്ടുകൾ. സൈനിക കമാൻഡർമാരുടെ പക്കലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടു. മുജ്തബ ഖമനേയിക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങളെടുക്കാൻ സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകൾ. ഇറാൻ വലിയ തകർച്ചയെ നേരിടുകയാണെന്ന് ട്രംപ്. ഭരണകൂടം നിലവിൽ കടുത്ത നേതൃത്വ പ്രതിസന്ധിയിലെന്ന് വിമർശനം. ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തുറന്നു നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടെന്നും ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നടപടികളെ സംയുക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഹോർമുസ് അടച്ചുപൂട്ടിയ നീക്കം നിയമവിരുദ്ധം. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിൽ മുന്നറിയിപ്പ്. UAE ഒപെക് വിട്ടതോടെ വലിയ മാറ്റത്തിനൊരുങ്ങി ലോക എണ്ണ വിതരണ ശൃംഖല. വിപണിയിൽ UAEയുടെ ആധിപത്യം വരും. എണ്ണവില കുറഞ്ഞേക്കും. പാകിസ്ഥാനും സൗദിക്കും തിരിച്ചടി. ഇന്ത്യക്ക് നേട്ടമാകും. ഇന്ധനവില കുതിച്ചുയരുന്നത് വ്യോമയാന മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ. അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് വ്യോമയാന മന്ത്രാലയത്തിന് കത്ത്. S-400 ട്രയംഫിന്റെ കരുത്ത് കൂട്ടി ഇന്ത്യൻ വ്യോമസേന. 4ാം യൂണിറ്റ് മെയ് പകുതിയോടെ ഇന്ത്യയിലെത്തും. റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം ഓപ്പറേഷൻ സിന്ദൂറിലെ ഹീറോ. പുതിയ യൂണിറ്റ് രാജസ്ഥാൻ സെക്ടറിൽ വിന്യസിക്കും. സിക്കിമിൽ യുവതാരങ്ങൾക്കൊപ്പം ഫുട്ബോൾ കളിച്ച് പ്രധാനമന്ത്രി. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഗോളടിച്ച ശേഷം യുവതാരങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രിയുടെ ആഘോഷ പ്രകടനവും. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നിലവിൽ വന്നു. നടപ്പിലാക്കിയത് ഇന്നലെ വൈകിട്ട് മുതൽ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ ഇരുട്ട്. പീക്ക് അവറിൽ ഹെവി ലോഡ് അപ്ലയൻസുകൾ ഒഴിവാക്കണമെന്ന് KSEB. കൊച്ചിയിൽ DJ പാർട്ടികൾക്ക് നിയന്ത്രണം. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവരുന്നത്. 5-ലധികം സർവേ ഫലങ്ങൾ. വോട്ടെണ്ണലിന് ഇനി 5 നാൾ. ന്യൂസ് 18 എക്സിറ്റ് പോൾ ഷോ വൈകിട്ട് 6 മണി മുതൽ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പോളിംഗിന് തുടക്കം. മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂർ അടക്കം 142 മണ്ഡലങ്ങളിൽ വിധിയെഴുതുന്നു. ഷിയാസ് കരീമിനെതിരായ കേസിൽ തുടർ നടപടികൾക്ക് പോലീസ്. കേസ് ചേവായൂർ പോലീസിന് കൈമാറും. വനിതയിൽ നിന്ന് 49 ലക്ഷം രൂപ തട്ടിയതിന് തെളിവ് നൽകി പരാതിക്കാരി. നിതിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അധ്യാപകൻ ഹൈക്കോടതിയിൽ. മുൻവൈരാഗ്യമില്ലെന്ന് ഡോക്ടർ റാം. ലോൺ ആപ്പുമായി ബന്ധമില്ലെന്നും റാം. നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. പ്രതി സജിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. സജിയുടെ പിതാവിന്റെ തിരോധാനത്തിലും അന്വേഷണം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, അമേരിക്കയും ഇസ്രായേലുമായി യുദ്ധം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോൾ ഇറാന്റെ ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. മറ്റൊന്നുമല്ല, രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ സൈന്യം ഏറ്റെടുക്കുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് മുജ്തബ ഖമനേയിക്ക് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പരുക്ക്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ വലിയ പരുക്ക് സംഭവിച്ചിരുന്നു. ഇപ്പോൾ കൃത്രിമക്കാലുകൾ വെക്കാനുള്ള ശ്രമങ്ങളിലാണ് പരമോന്നത നേതാവ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാനെ നിയന്ത്രിച്ചു വരുന്നത് 1980-കൾ മുതൽ അയത്തുള്ള ഖമനേയി ആയിരുന്നു. അവസാന വാക്കുകൾ അയത്തുള്ള ഖമനേയുടേതായിരുന്നു. പക്ഷേ മുജ്തബ വരികയും മുജ്തബയ്ക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള
ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പരിക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ കാരണം കൃത്യമായ തീരുമാനങ്ങളിലേക്ക് മൊസ്തബയ്ക്ക് പോകാൻ പറ്റാത്ത പശ്ചാത്തലമൊക്കെ ഒരുങ്ങിയപ്പോൾ ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണകാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ മാധ്യമ വാർത്തകൾ പുറത്തുവരുന്നത്. ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായാണ് പട്ടാളത്തിന് കൂടുതൽ നിയന്ത്രണം അവിടുത്തെ ഭരണകാര്യങ്ങളിലേക്ക് വരുന്നത് എന്നുള്ള വിലയിരുത്തൽ കൂടി വരികയാണ്. അതായത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇപ്പോൾ പട്ടാളത്തിന് തീരുമാനങ്ങൾ അനുസരിക്കേണ്ടി വരുന്നു. മിലിറ്ററി കമാൻഡർമാർ പൂർണ്ണമായും നിർദ്ദേശങ്ങൾ നൽകുന്നു. അത് നടപ്പിലാക്കുക മാത്രമാണ് വിദേശകാര്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും മറ്റും ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് അമേരിക്ക അടക്കം വ്യക്തമാക്കുന്നത്. അതിന് ചില തെളിവുകളുമൊക്കെ ഹാജരാക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. മറുപടി നൽകുന്നതിൽ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന കാലതാമസത്തിന് കാരണം പല കാര്യങ്ങളിലും അവിടുത്തെ ഏകീകൃത നേതൃത്വത്തിന്റെ അഭാവമാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് മത നേതൃത്വത്തിന്റെ കൈപ്പിടിലായിരുന്ന ഇറാന്റെ ഭരണം ഇപ്പോൾ പൂർണ്ണമായും സൈനിക സുരക്ഷാ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലേക്ക് മാറി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ്. അത് യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിലടക്കം നിർണായകമാകും. ഇപ്പോഴുള്ള പല കടുംപിടുത്തങ്ങൾക്കും പിന്നിൽ പട്ടാളത്തിന്റെ നിയന്ത്രണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് മറ്റും. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിർണായക ശക്തിയായി മാറുന്നത് ഇറാനിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? അത് അവിടുത്തെ മത നേതൃത്വത്തിൽ നിന്നും നേരെ പട്ടാളത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം കൂടി നിർണായകമാണ്. ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ മരണത്തെ തുടർന്നാണ് അവിടെ ഈ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഉടലെടുത്തത്. ഇതിനു മുൻപേ 1979 ഇസ്ലാമിക റവല്യൂഷന് ശേഷം ഇറാനുള്ളിലെ എല്ലാ തീരുമാനങ്ങളുടെയും അവസാന വാക്കെന്ന് പറയുന്നത് അവരുടെ പരമോന്നത നേതാവ് തന്നെയായിരുന്നു. പരമോന്നത നേതാവിന്റെ അധ്യക്ഷതയിലാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഈ തീരുമാനങ്ങൾ പരമോന്നത നേതാവിന്റെ തീരുമാനങ്ങൾ അത് ഇപ്പോൾ പാസ്സാക്കാൻ വേണ്ടി മറ്റ് ഒരു നാഷണൽ അസംബ്ലി കൗൺസിൽ ഉണ്ടായിരുന്നു. അതുപോലെ അതിനുശേഷമാണ് പ്രസിഡന്റ്, അതുപോലെ വിദേശകാര്യമന്ത്രി, മറ്റ് മന്ത്രിമാർ തുടങ്ങിയവരുടെ നിലയൊക്കെ വരിക. അപ്പോൾ പരമോന്നത നേതാവ്, നാഷണൽ അസംബ്ലി, മന്ത്രിമാർ, ഈ ഒരു നിലയിലായിരുന്നു അവിടെ കാര്യങ്ങൾ പോയിരുന്നത്. പിന്നെ അവരുടെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി, അദ്ദേഹം ഒരു മിതമായിട്ടുള്ള നിലപാടാണ് പല കാര്യങ്ങളിലും സ്വീകരിച്ചു വന്നിരുന്നത്. മതപരമായിട്ടുള്ള കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളുമായി ഇപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണം പലരുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുപോലെ രാജ്യത്ത് നിലനിന്നിരുന്ന തീവ്ര പക്ഷക്കാരെയും അതുപോലെ തന്നെ മിതവാദികളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലും അദ്ദേഹം ഒരു മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തോടെ ഭരണം പിന്നീട് ചെന്നെത്തിയത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുജ്തബ ഖമനയുടെ കയ്യിലാണ്. മുജ്തബ ഖമനയി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും മുൻപ് തന്നെ ഈ ഒരു IRGCയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇറാനിലെ ഒരു തീവ്ര നിലപാടുകാരുടെ പക്ഷത്ത് നിൽക്കുന്നയാളാണ് ഈ മുജ്തബ ഖമനയും. അങ്ങനെ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം US-ഉമായിട്ടുള്ള വലിയ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുജ്തബ ഖമനയി രാജ്യത്തുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ, അതുപോലെ തീരുമാനങ്ങൾ, നയതന്ത്രപരമായിട്ടുള്ള മറ്റ് നീക്കങ്ങൾ എല്ലാം നടത്താനുള്ള ഒരു പരമാധികാരം IRGCയെ ഏൽപ്പിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് മുജ്തബ ഖമനയി അമേരിക്കൻ ആക്രമണത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ എത്തി ഇടപെടലുകൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് മുജ്തബ തന്നെയാണ് IRGCയിൽ തൻ്റെ വിശ്വസ്തരെ ഭരണമേൽപ്പിച്ചത് എന്നാണ് വിവരം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് IRGCയിലേക്ക് ഭരണത്തിൻ്റെ ഒരു ചക്രം വരുന്നത്. പക്ഷേ ഇത് സ്ഥിരമായി ഇറാനിലെ ഒരു ഭരണത്തിൻ്റെ ആ ഒരു ഗതി തന്നെയാണ് മാറ്റിമറിച്ചത്. അതായത് പരമോന്നത നേതാവ്, പിന്നെ നാഷണൽ അസംബ്ലി, മന്ത്രിസഭ, ഈ ഒരു ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തി. പിന്നെ ഈ ഒരു 3 കേന്ദ്രങ്ങളുടെയും അധികാരം പൂർണ്ണമായിട്ടും IRGCയിലേക്ക് വരുന്ന സ്ഥിതിയുണ്ടായി. ഇത് തീർച്ചയായിട്ടും നാഷണൽ അസംബ്ലിയിലെ പല അംഗങ്ങളെയും അലോസരപ്പെടുത്തുകയും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ പല അംഗങ്ങളുടെയും ഒരു എതിർപ്പിന് കാരണമാവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു തരത്തിൽ തന്നെയാണ് അവിടെ ഇപ്പോഴും പല തീരുമാനങ്ങളും ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് ഇറാനിലെ പല നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള കാലതാമസം ഇപ്പോൾ നിലവിൽ വരുന്നതും. അതായത് ഇപ്പോൾ US-ഉമായി 2ാം ഘട്ട ചർച്ച നടത്താനുള്ള തീരുമാനമാണെങ്കിലും ഹോർമുസ് കടലിടുക്കിലുള്ള തീരുമാനങ്ങളിലാണെങ്കിലും ഇതിലെല്ലാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെയുള്ള നേതാക്കളിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തീരുമാനിച്ചാൽ അത് പെട്ടെന്ന് തന്നെ അടയ്ക്കാനുള്ള തീരുമാനങ്ങൾ വരുന്നു. ഇതെല്ലാം IRGCയുടെ കയ്യിൽ ഈ ഭരണചക്രം ലഭിച്ചതിൻ്റെ ഒരു പോരായ്മകളായിട്ടുള്ള വിലയിരുത്തലുകളാണ് നിലവിൽ വരുന്നത്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത് ഔദ്യോഗികമായിട്ട് തള്ളിക്കളയുന്ന പ്രസ്താവനകളൊന്നും വന്നില്ല. ഇടയ്ക്ക് അവിടെയുള്ള ഭരണകർത്താക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന് ട്രംപ്
പറഞ്ഞതിന് പിന്നാലെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ അങ്ങനെയൊന്നുമില്ല, തീവ്ര നിലപാടുകാരും മിതവാദികളും ഒന്നും തന്നെ ഇല്ല, എല്ലാവരും വിപ്ലവകാരികളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിരുന്നു. നിലവിൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും ഇറാൻ നൽകിയിട്ടില്ല. അതാണ് നിർണായകം. ഏതായാലും IRGCയുടെ പക്കലേക്ക് ഇറാന്റെ ഭരണം മാറുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഘട്ടമാണ്. മുസ്തഫ അലി ഖമനേയിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. ഇറാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ മോശമായിരിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് ഇപ്പോൾ പുതുതായി പ്രതികരിക്കുന്നത്. ഇറാൻ വലിയ തകർച്ചയെ നേരിടുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ്. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ ഈ അവകാശവാദവും മറ്റുമുള്ളത്. അത് മാത്രമല്ല, ഇറാൻ ഭരണകൂടം നേതൃപ്രതിസന്ധിയിലാണ് എന്നും ട്രംപ് പറയുന്നു. ഒപ്പം മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, തങ്ങളോട് ഇറാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഹോർമുസ് തുറന്നു കൊടുക്കണമെന്ന കാര്യത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാൻ്റെ ഇന്നലെ നമുക്കറിയാം, ഇറാൻ അടക്കം പറഞ്ഞിരുന്നത് അമേരിക്കയ്ക്ക് തങ്ങൾ ഒരു തരത്തിലും വഴങ്ങില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നു ഇറാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ഹോർമുസിനെ വൈറ്റ് ഹൗസിൽ ചാൾസ് രാജകുമാരനൊപ്പം അടക്കം പങ്കെടുക്കുന്ന അത്താഴ വിരുന്നിനെ ട്രംപ് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ ശത്രുവിനെ സൈനികമായി തോൽപ്പിച്ചു, എതിരാളിക്ക് ആണവായുധം നേടാൻ അനുവദിക്കില്ല. ഇക്കാര്യം ചാൾസും അംഗീകരിക്കുന്നുണ്ട്. സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്ന് ഇറാൻ സമ്മതിച്ചതായും ട്രംപ് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇറാനിലെ പ്രതിസന്ധി മനസ്സിലാക്കിയാണോ ഇപ്പോൾ ട്രംപിൻ്റെ മൗനം? കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതോടെ ഇറാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറുമെന്നും തങ്ങളുടെ പക്കലേക്ക് കോംപ്രമൈസിനായി എത്തുമെന്നുള്ള ആത്മവിശ്വാസമാണോ അജയ് ട്രംപിനുള്ളത്? ട്രംപ് നിലവിൽ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇറാൻ നിലവിൽ പൂർണ്ണമായിട്ടും ഒരു തകർച്ചയുടെ വക്കിലാണ് എന്നാണ്. അതായത് ഇറാനിലെ ഭരണകർത്താക്കൾ തമ്മിൽ നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട്, അവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇറാന് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കാണാനാകും എന്ന് തന്നെ താൻ പ്രതീക്ഷിക്കുന്നു. അവർ ഹോർമുസ് കടലിടുക്ക് തുറന്നു നൽകാൻ ഞങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിൻ്റെ ഒരു ചെറിയ പോസ്റ്റാണ് ഇത് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചത്. പിന്നീടാണ് ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ US സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളിൽ ട്രംപ് പിന്നീട് തിരക്കായത്. അപ്പോൾ ചാൾസ് രാജാവിൻ്റെ സന്ദർശന സമയത്തും ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു പ്രധാന വിഷയമായിരുന്നു. ട്രംപ് തന്നെ പൊതുവേദിയിൽ പറഞ്ഞത് ചാൾസ് രാജാവ് തൻ്റെ ഇറാനോടുള്ള സമീപനത്തിൽ തൃപ്തനാണ്, തന്നെ പൂർണ്ണമായിട്ടും അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നെല്ലാം ട്രംപ് അവകാശപ്പെട്ടതാണ്. എന്നാൽ നമുക്കറിയാം, ഇപ്പോൾ US അതുപോലെ തന്നെ UK-യുമായിട്ട് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പലതരം അഭിപ്രായ ഭിന്നതകളും നിലനിന്നിരുന്നു. കീർ സ്റ്റാമറിന്റെ ഭരണകൂടവും ട്രംപും തമ്മിൽ നേരിട്ട് പോരടിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. അതായത് ഹോർമുസ് കടലിടുക്കിലേക്ക് കപ്പലുകൾ അതുപോലെ മറ്റ് ആയുധങ്ങൾ അയക്കുമെന്ന് ഈ ഇംഗ്ലണ്ട് അയക്കുമെന്ന് US പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ UK ഇതിന് തയ്യാറായിരുന്നില്ല. ഇത്തരത്തിൽ യാതൊരു സൈനിക നീക്കവും UK-യുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് കീർ സ്റ്റാമർ അറിയിക്കുകയായിരുന്നു. അതുപോലെ UK ബേസുകളിൽ US-ന് അഭയം നൽകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ട്രംപ് ആദ്യം ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ UK ഇതിന് തയ്യാറായിരുന്നില്ല. അവസാനം മാത്രമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചരട് നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുമാത്രമല്ല, നാറ്റോയുടെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ ഇപ്പോൾ ട്രംപും UK-യും തമ്മിൽ അതുപോലെ അമേരിക്കയും UK-യും തമ്മിൽ അകലുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ചാൾസ് രാജാവിൻ്റെ സന്ദർശനത്തോടെ പശ്ചിമേഷ്യയിലെ വിഷയത്തിലും UK-യും US-ഉം ഒരു സമാനമായിട്ടുള്ള നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ള പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം നിലവിൽ ചാൾസ് രാജാവ് ഉൾപ്പെടെ ഇറാൻ ഒരു ആണവായുധം കൈവശം വയ്ക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ സംഘടിപ്പിച്ച ഡിന്നറിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആണവ ആയുധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ US-ഉം UK-യും ഒന്നിക്കുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ച് ഇറാനെതിരെ ഒരു നയപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇറാനെതിരെ വലിയൊരു സമ്മർദ്ദം ചെലുത്താനാണ്. എന്തായാലും ട്രംപ് തൻ്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇറാനെതിരെയുള്ള തൻ്റെ സമീപനത്തിൽ യാതൊരു മാറ്റവുമില്ല. അവർ എന്തെങ്കിലും അവരുടെ നേതാക്കൾക്കിടയിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ ഒരു കരാറുമായി ഉടൻ തന്നെ തങ്ങൾക്ക് മുന്നിൽ എത്തണം എന്ന് തന്നെ ട്രംപ് തീർത്ത് പറയും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ആയുധം കൊണ്ട് ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായി അമേരിക്ക കാണുന്നുണ്ട്. അതിനുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ വിഫലമായി. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായി ഇറാനെ ഞെരുക്കാനുള്ള ശ്രമത്തിൽ അമേരിക്ക വിജയിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.
ഉപരോധം ലംഘിക്കാൻ ഇറാനെ സഹായിച്ച 35 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഷാഡോ ബാങ്കിംഗ് ശൃംഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് US ട്രഷറി വകുപ്പിന്റെ നടപടി. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉപരോധങ്ങൾ മറികടക്കാനുമായി കോടിക്കണക്കിന് ഡോളർ കൈമാറാൻ ഈ ശൃംഖല ഇറാനെ സഹായിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഇറാന്റെ സൈനികർക്കും അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സഹായം നൽകുന്ന ശൃംഖലകളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ എണ്ണ വിൽപ്പനയിലൂടെയാണ് പണം സ്വീകരിക്കാനും മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങാനും ഒക്കെ ഈ ശൃംഖലകൾ സഹായിച്ചിരുന്നത്. ഇവരുടെ അമേരിക്കയിലെ അടക്കം സ്വത്തുവകകൾ അമേരിക്ക ഇപ്പോൾ ഉപരോധിക്കാൻ പോകുന്നു, അതിനെ മരവിപ്പിക്കാൻ പോകുന്നു എന്ന വിവരം പുറത്തു വരുന്നത് ഇറാനെ സാമ്പത്തികമായി വലിയ ബാധ്യതയിലേക്ക് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം അജയ്, വലിയ സാങ്ഷൻസ് ഉപരോധങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ അടക്കം രാജ്യമാണ് ഇറാൻ. പക്ഷെ അപ്പോഴും അവരെ നയിച്ചുകൊണ്ടിരുന്നത് ഇത്തരം സംഘടനകളുടെ പിൻബലമാണ്. അത് പല രാജ്യങ്ങളിൽ ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് എണ്ണ നൽകിയും മറ്റുമാണ് ഇറാൻ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി വരുന്നത്. അവിടെ കൂടെ നിയന്ത്രണം വരുന്നതോടുകൂടി സംശയമില്ല ഇറാന്റെ കാര്യം കുറച്ചുകൂടി പരിതാപകരമാകും. ഇപ്പോൾ US-ന്റെ കടുത്ത ഉപരോധങ്ങൾ കാരണം ഇറാന് ഒരിക്കലും ഡോളറിൽ അവരുടെ വിനിമയങ്ങളൊന്നും നടത്താൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രധാനമായിട്ടും അവരുടെ ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാനെയും അതുപോലെ തന്നെ ബിറ്റ്കോയിനെയും എല്ലാമാണ്. ഇത്തരത്തിൽ ഈ ഇറാന്റെ വിനിമയങ്ങൾക്ക് പ്രധാനമായിട്ടും മറ്റ് പല സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും ഇറാനെ സഹായിച്ചിരുന്നു. ഇതാണ് അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കാൻ ഇറാന് ഏറെക്കുറെ ഗുണകരമായത്. ഇത്തരം ഉപരോധങ്ങളെ മറികടന്നുള്ള അവരുടെ സാമ്പത്തിക ഇടപാടുകളിലൂടെ ഇറാന് വലിയ തരത്തിലുള്ള സൈനികമായി തന്നെ അവർക്ക് വലിയ തരത്തിലുള്ള ഒരു അപ്രമാദിത്വം കൈവരിക്കാൻ സാധ്യമായിരുന്നു. അതായത് അവരുടെ ഏറ്റവും വലിയ ഒരു നിർമ്മാണ മേഖലയായിട്ടുള്ള എണ്ണ ഉൽപാദക മേഖല, ഇതുവഴിയാണ് അവർ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പണം സമ്പാദിച്ചിരുന്നത്. ഇപ്പോൾ ചൈനയിലേക്കാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലേക്കാണെങ്കിലും ഇറാൻ തങ്ങളുടെ ക്രൂഡ് ഓയിൽ അയച്ചുകൊണ്ട് അവർ വലിയ തരത്തിൽ പണം സമ്പാദിച്ചിരുന്നു. മാത്രമല്ല ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാനിയൻ എണ്ണയ്ക്ക് മേലുള്ള US-ന്റെ ഉപരോധം ഇടയ്ക്കൊരു ഘട്ടത്തിൽ നിർത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഈ എണ്ണ കയറ്റുമതിയിലൂടെയും അതുപോലെ തന്നെ മറ്റ് പല സാമ്പത്തിക ഇടപാടുകളിലൂടെയും ഇറാൻ വലിയ തരത്തിൽ പണം കണ്ടെത്തുകയും ഇതിലൂടെ സൈനികമായിട്ടുള്ള കപ്പാസിറ്റി മാക്സിമം ഉയർത്തിക്കൊണ്ട് US-നെതിരെയുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഒരു വെടിനിർത്തൽ വന്നു. ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇറാനെ US കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. പക്ഷേ US-ന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇറാൻ അംഗീകരിക്കാതെ മാറി നിൽക്കുന്നതിൽ പ്രധാന കാരണം അവരുടെ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധത്തിനെ തുടർന്ന് ഈ ഇറാന്റെ ഈ എണ്ണ വിനിമയത്തിലൂടെയുള്ള സാമ്പത്തിക സ്രോതസ് അത് ഏറെക്കുറെ കട്ട് ചെയ്യാൻ US-ന് സാധിച്ചു. ഇപ്പോൾ ട്രംപ് തന്നെ അവകാശപ്പെടുന്നത് ഇതുവഴി ഇറാന് ഏതാണ്ട് $500 മില്യൺ നഷ്ടം പ്രതിദിനം ഉണ്ടാകുന്നുവെന്നാണ്. എന്നാൽ മറ്റ് പല മാർഗങ്ങൾ വഴിയും ഇറാൻ ഈ പണം കണ്ടെത്തിയിരുന്നു. അതുതന്നെയാണ് അവർ സൈനികമായിട്ട് മിസൈലുകൾ വാങ്ങാനാണെങ്കിലും ഡ്രോണുകൾ പുതിയത് നിർമ്മിക്കാനാണെങ്കിലും അവരെ സഹായിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ US കൊണ്ടുവന്ന ഈ പുതിയ ഉപരോധത്തിലൂടെ 35 ഷാഡോ സംഘടനകളെയാണ് അവർ ഉപരോധിച്ചിരിക്കുന്നത്. ഇതുവഴി ഇറാന്റെ ഈ രഹസ്യ നിഴൽ ബാങ്കിംഗ് മേഖലയെ തകർക്കുകയാണ് US-ന്റെ ലക്ഷ്യം. ഈ ഉപരോധം അത് ഇറാന് മാത്രമായിരിക്കില്ല ബാധകമാകുന്നത്. അമേരിക്കയിലുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും എല്ലാവിധ നിക്ഷേപങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളും വ്യക്തികളുമായി US-ലെ ഒരു വ്യക്തികളും ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. പിന്നെ ഹോർമുസ് കടലിടുക്കിൽ ഇറാന് ടോൾ നൽകുന്ന രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ എണ്ണ കമ്പനികൾക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ നിലവിൽ US അറിയിച്ചിട്ടുണ്ട്. US ട്രഷറി വകുപ്പിൻ്റെതാണ് ഈ നടപടി. ഇതിലൂടെ ഇറാനെ സാമ്പത്തികമായി വലിച്ചു ഞെരുക്കാൻ സാധിക്കുമെന്നാണ് എന്തായാലും നിലവിൽ US പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഒരു ചലനങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലായിരിക്കും. അതാണ് ഇതിനിടയിൽ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ കഴിഞ്ഞ ദിവസം ഒരു അസാധാരണമായ യോഗം ചേർന്നു. അവർ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കി.
ഹോർമുസിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നതിനെതിരെയാണ് GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ രംഗത്ത് വന്നത്. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന സ്ഥിതി പുനഃസ്ഥാപിക്കണം എന്നാണ് ഇറാനോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഹോർമുസിൽ നിന്ന് ഇറാൻ പണം ഈടാക്കുന്നതിനെതിരെയാണ് ഈ കൂട്ടായ്മ പ്രമേയം പാസാക്കിയത്. ഹോർമുസ് അടച്ചതിനെ GCC രാജ്യങ്ങൾ അപലപിക്കുകയാണ്. ഹോർമുസിൽ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മേഖലയ്ക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു യോഗത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. സംയുക്ത പദ്ധതികൾ വേഗത്തിലാക്കും ഇവർ ഒരുമിച്ച് ചേർന്ന് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇവരെ ബന്ധിപ്പിച്ചുള്ള GCC റെയിൽ പദ്ധതി, GCCയുടെ വൈദ്യുതി ശൃംഖല, GCC ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ, GCC മേഖലയിലാകെ എത്തുന്ന ശുദ്ധജല നെറ്റ്വർക്ക്, ബലസ്റ്റിക് മിസൈലുകൾക്കെതിരെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം എന്നിവയൊക്കെ ഒരുമിച്ച് ചേർന്നിരുന്ന് ഈ അസാധാരണമായ യോഗത്തിൽ ഇവർ ചർച്ച ചെയ്യുകയും ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഒരുമിച്ച് പ്രതിരോധിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത എന്നതായിരുന്നു ലക്ഷ്യം. ഇതൊരു അസാധാരണ കൂട്ടായ്മയായി മാറുകയാണ്. ഈ യോഗത്തിൽ വിവിധ അഭിപ്രായങ്ങൾ ഉയർന്നു. ഇറാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തങ്ങൾക്ക് നേരെ വന്നാൽ കൃത്യമായി പ്രതിരോധിക്കണമെന്നും ഒരുപക്ഷേ കടന്നാക്രമണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം, ഉപരോധമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആ യോഗം തീരുമാനമെടുത്തത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഖത്തർ, ബഹ്റിൻ ഭരണാധികാരികളും കുവൈറ്റ് കിരീട അവകാശിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തു. സുരക്ഷയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും യുദ്ധത്തിനു മുമ്പുള്ള നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നാണ് സംയുക്തമായ പ്രമേയത്തിൽ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറുകയാണ്. മറ്റൊന്നുമല്ല, ഒപെക് എന്ന ഓർഗനൈസേഷനുണ്ട്. ലോകമെമ്പാടുമുള്ള പെട്രോളിയം വിതരണ ശൃംഖലകൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒപെക്കാണ്. സൗദി അറേബ്യ ആയിരുന്നു ഒപെക്കിൻ്റെ തലവൻ. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഇതിലെ അംഗത്വം ഉപേക്ഷിക്കുന്നതായി ഇപ്പോൾ UAE പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റഷ്യ ഉൾപ്പെടെയുള്ള ഒപെക് ഇതര എണ്ണ കയറ്റുമതി രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒപെക് പ്ലസിലെ അംഗത്വവും UAE ഉപേക്ഷിച്ചു. അതായത് മെയ് 1 മുതൽ ഈ തീരുമാനത്തിലേക്ക് UAE പോകുമ്പോൾ എണ്ണ വ്യാപാരത്തിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുക എന്ന നിലയിലേക്ക് UAE മാറുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകക്രമത്തിൽ ലോകത്തിലെ എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന തീരുമാനമായി തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തങ്ങളുടെ ദേശീയ താല്പര്യം വിലയിരുത്തിയാകും ഉൽപ്പാദന നയവും ഉൽപ്പാദന ശേഷിയും വിതരണവും തീരുമാനിക്കുക എന്നാണ് UAEയുടെ ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇതിന് പ്രധാന കാരണമായത് പശ്ചിമേഷ്യയിലെ ഇറാന്റെ ഇടപെടലുകളെ തുടർന്നുള്ള സംഘർഷവും ആഗോള എണ്ണ വിതരണത്തിലെ ഇപ്പോഴുള്ള പ്രതിസന്ധിയും മറ്റുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ ഒപെക്കിൻ്റെ ഏകോപനമടക്കം ഈ വിഷയത്തിൽ ദുർബലപ്പെട്ടു എന്നുള്ള ആക്ഷേപത്തോടു കൂടിയാണ് ഒപെക്കിൽ നിന്ന് പിന്മാറാനായി ഇപ്പോൾ UAE തീരുമാനിച്ചിരിക്കുന്നത്. 1967 UAE ഒപെക്കിൽ വരുന്നത്. സൗദി അറേബ്യയും ഇറാഖും കഴിഞ്ഞാൽ ഒപെക്കിലെ ഏറ്റവും വലിയ ഉൽപ്പാദക കയറ്റുമതി രാജ്യം കൂടിയാണ് UAE എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമായും UAE ഇത്തരത്തിൽ പിൻവാങ്ങുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾ എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു വിലയിരുത്തലിലേക്കും മറ്റു പോകണം. അതിൽ 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഒരു ബന്ധമാണ് ഒപെക്കുമായി ബന്ധപ്പെട്ട് UAEക്ക് ഉള്ളത്. അത് എണ്ണ വിതരണ രംഗത്ത് എന്ത് മാറ്റമുണ്ടാക്കും എന്നുള്ള ചോദ്യം ലോകരാജ്യങ്ങളിൽ ഉയരുന്നുണ്ട്. എന്താണ് എണ്ണ വിതരണ രംഗത്ത് സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഊർജ്ജ വിപണിയെയും ഗൾഫ് രാഷ്ട്രീയത്തേതും ഇത് പിടിച്ചുലയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സൗദി അറേബ്യക്കടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാകിസ്ഥാൻ സൗദി അറേബ്യ അച്ചുതണ്ടിനെതിരെ UAE പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്ന സാഹചര്യം നിർണായകമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആക്രമണം ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന രാജ്യമാണ് UAE എന്നുള്ളത്. അവരുടെ പല എണ്ണ സംഭരണശാലകൾക്ക് നേരെയും ഒപ്പം അവരുടെ നേവൽ ബേസുകൾക്ക് നേരെയും ഒക്കെയുള്ള ആക്രമണം സ്വൈരജീവിതം വല്ലാതെ തടസ്സപ്പെട്ടു, എണ്ണ വിതരണത്തെ വല്ലാതെ ബാധിച്ചു. അതൊക്കെ വലിയ തോതിലുള്ള കാരണമായി അവർ കാണുന്നുണ്ട്. ഇറാൻ ആക്രമിച്ചപ്പോൾ സൗദിയും പാകിസ്ഥാനും മൗനം പാലിച്ചു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇറാനുമായി പാകിസ്ഥാൻ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കൺമുമ്പിൽ കണ്ട കാഴ്ചയാണ്. അതുമാത്രമല്ല,
ഇതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ തയ്യാറായത് ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചു. അതിനൊപ്പം സൗദി അറേബ്യയുടെ ഒരു നിശബ്ദ സമ്മതം കൂടി ഈ മധ്യസ്ഥതയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് UAE ചൊടിപ്പിച്ചു. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ 5 പതിറ്റാണ്ടായി തങ്ങൾ നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒപ്പക് പോലെയുള്ള സംവിധാനത്തിന് ഒന്നും ചെയ്യാനായില്ല എന്നുള്ളത് ചില്ലറ പ്രശ്നങ്ങളല്ല അവിടെ ഉണ്ടായത്. വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതല്ല. ഇനി എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് UAE ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും. അതായത് ഇനി എങ്ങനെ എണ്ണ, നമുക്കറിയാം 3ാമത്തെ രാജ്യമാണ് എങ്കിൽ പോലും അതിനപ്പുറത്തുള്ള സംഭരണശേഷിയും വിതരണ ശൃംഖലയും ഒക്കെ UAEക്കുണ്ട്. എണ്ണ വിതരണ രംഗത്ത് പുതിയ മത്സരം വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഒപ്പക്കും UAE മത്സരിക്കുമ്പോൾ എണ്ണ വേണമെങ്കിൽ വില കുറച്ച് നൽകാം ലോകരാജ്യങ്ങൾക്ക്. അത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ എണ്ണവിലയിൽ സംഭവിപ്പിക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് UAE എന്ന് ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ആത്യന്തിക ഗുണം ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എണ്ണ വിതരണ രംഗത്തെ സൗദിയുടെ അപ്രമാദിത്യം കുറയും. പാകിസ്ഥാനും സൗദിക്കും വലിയ തിരിച്ചടിയായി ഈ നില മാറുകയും ചെയ്യും. അജയ്, ഇത് നമുക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒപ്പക്കിൽ നിന്ന് 5 പതിറ്റാണ്ടത്തെ ബന്ധം ഉപേക്ഷിച്ച് ഇവർ പോവുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ 8 വരെയുള്ള വലിയൊരു കണക്കനുസരിച്ച്, ഈ സമയം വരെയുള്ള കണക്കനുസരിച്ച് ബലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകളൊക്കെ UAEയുടെ വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞതായൊക്കെയുള്ള കണക്കുണ്ട്. അങ്ങനെ വലിയ ആക്രമണം തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടും തങ്ങളെ സഹായിക്കാതിരുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള UAEയുടെ ഒരു തുറന്ന യുദ്ധമായി തന്നെ ഇതിനെ കാണാം. രഞ്ജിത്ത്, നിലവിൽ UAEയുടെ പിന്മാറ്റത്തെ പറ്റി നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒപ്പക്കിൻ്റെ ഒരു നില അത് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പക്കിൻ്റെ ഒരു ശരിക്കുള്ള നേതാവായി കണക്കാക്കപ്പെടുന്നത് സൗദി അറേബ്യയാണ്. ലോകത്തിൽ തന്നെ എണ്ണവില നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു നിർണായക ശക്തിയാണ് ഈ പറയുന്ന സൗദി അറേബ്യ. അവർക്ക് വേണമെങ്കിൽ അവരുടെ ഉൽപ്പാദനം അത് ക്രമാതീതമായി ഉയർത്തിക്കൊണ്ട് ലോകത്തിലെ എണ്ണവില അത് ഒറ്റയടിക്ക് കുറയ്ക്കാനാകും, അല്ലെങ്കിൽ ഉൽപ്പാദനം കുറച്ചുകൊണ്ട് എണ്ണവില കൂട്ടാനുമാകും. അത്തരത്തിൽ ലോകത്തിലെ എണ്ണവിലയെ തന്നെ നിയന്ത്രിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു സാമ്പത്തിക നിർണായകമായിട്ടുള്ള ശക്തിയാണ് സൗദി അറേബ്യ. ഈ ഒപ്പക്കിന്റെയും ഒപ്പക് പ്ലസിനെയും എല്ലാം നയിക്കുന്നത് ഈ സൗദി അറേബ്യയാണ്. എന്നാൽ സൗദിയും UAEയും തമ്മിൽ നിരന്തരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. 2021 ഒപ്പക് പ്ലസിൽ തന്നെ ഈ സൗദി അറേബ്യക്കെതിരെ UAE ശക്തമായിട്ടുള്ള നിലപാടെടുത്ത അവസ്ഥയുണ്ടായിരുന്നു. അതായത് നിലവിൽ ഒപ്പക്കിലുള്ള തീരുമാനപ്രകാരം UAE ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ അളവെന്ന് പറയുന്നത് പ്രതിവർഷം 30 ലക്ഷം ബാരലാണ്. പക്ഷേ UAEക്ക് പ്രതിവർഷം ഏതാണ്ട് 40 ലക്ഷം ബാരലിന് മുകളിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഈ ഒപ്പക്കിലുള്ള തീരുമാനപ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില അതൊരു നിശ്ചിത അളവിൽ ഉയർത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ട് സൗദിയുടെ തീരുമാനപ്രകാരമാണ് UAE പ്രതിവർഷം 30 ബാരൽ ക്രൂഡ് ഓയിലായിട്ട് അവരുടെ എണ്ണ ഉൽപ്പാദനം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 2027ഓടുകൂടി ഏതാണ്ട് 50 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി അത് UAE കാലങ്ങളായി തന്നെ ആലോചിച്ച് വരികയായിരുന്നു. അതുകൊണ്ട് വർഷങ്ങളായി ഒപ്പക്കും UAEയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നു. ഇതിനു മുൻപ് തന്നെ ഈ UAE ഒപ്പയ്ക്ക് വിടുമെന്നുള്ള പലതരം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതിന് ആക്കം കൂട്ടിയത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളാണ്. UAEയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഈ ഒരു ക്രൂഡ് ഓയിലിന്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ വിതരണമല്ല. മറ്റ് പല സാമ്പത്തിക മാർഗങ്ങളും UAE സംബന്ധിച്ചുണ്ട്. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇതല്ല സ്ഥിതി എന്ന് നമുക്ക് കാണാനാകും. സൗദിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ സാമ്പത്തിക മേഖല ആശ്രയിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിനെയാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ ഒരു പരിധിക്ക് മേൽ താഴേക്ക് വന്നാൽ അത് സൗദിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകും. പക്ഷേ UAE അവരുടെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ക്രൂഡ് ഓയിലിനെ അല്ലാത്തിടത്തോളം കാലം ഈ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ താഴേക്ക് വന്നാലും അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ലാത്ത ഒരു സ്ഥിതിയാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 8 വരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് 537 ബാലിസ്റ്റിക് മിസൈലുകളും 26 ക്രൂയിസ് മിസൈലുകളും ഏതാണ്ട് 2256 ഡ്രോണുകളും UAEയിൽ പതിച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരു മൗനം പുലർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. UAEയിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ചത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണ് നമുക്ക് കാണാനാകും. ഇന്ത്യ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ആദ്യമായി ഒരു നിലപാടെടുത്തത് UAE ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണെന്നുള്ളത് നമ്മൾ അന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട രാജ്യമായിട്ടുള്ള തങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഒരു ഗൾഫ് നാടുകളും രംഗത്ത് വരാത്തത് UAE ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചു.
സൂചിപ്പിച്ചു. മാത്രമല്ല മറ്റ് ഗൾഫ് നാടുകൾ പറയുന്നത് ചർച്ചയിലൂടെ ഒരു സമവായം ഉണ്ടാകണം, ഇറാനും അമേരിക്കയും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടാണ് മറ്റ് ഗൾഫ് നാടുകൾ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല ഈ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാനും എതിർത്തിരുന്നു. പക്ഷേ ഇസ്രായേലിന് സമാനമായി ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു സമീപനം തന്നെയാണ് UAEയും എടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പശ്ചിമേഷ്യയിൽ UAE ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് നേരത്തെ തന്നെ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകളുടെ അത് ഒരു തോത് കൂടുകയും അങ്ങനെ ഇപ്പോൾ ഒറ്റയടിക്ക് പിന്മാറുന്ന ആ വലിയ തീരുമാനത്തിലേക്ക് അവർ എത്തുകയുമായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഇത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഒരു തീരുമാനമല്ല, വർഷങ്ങളായി അവർ അനുഭവിച്ചു വന്നിരുന്ന പലതരം പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഫലമെന്ന് പറയുന്നത് സംശയമില്ലാത്ത കാര്യമാണ്. UAEയുടെ അപ്രമാദിത്യം ഇനിയിപ്പോൾ ലോകത്തെ ഓയിൽ വിതരണ ശൃംഖലയിൽ കാണാം എന്നുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ കിം ജോങ് ഉന്നിൻ്റെ ഭരണത്തിൽ ഉത്തര കൊറിയയിൽ വലിയ ഭീതി പരക്കുകയാണ്. ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കനുസരിച്ച്, ചില മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് കോവിഡ് കാലത്ത് മാത്രം 153 പേരെ പരസ്യമായ വധശിക്ഷയ്ക്ക് ഉത്തര കൊറിയയിൽ വിധേയരാക്കി എന്നുള്ളതാണ്. പരസ്യമായി വെടിവെച്ച് കൊല്ലുകയാണ് ഇവരുടെ ഒരു രീതി. ദക്ഷിണ കൊറിയയുടെ സ്വാധീനം പേടിച്ചാണ് കൂട്ടക്കുരുതിയുമായി ഈ കിം ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സിയോൾ മനുഷ്യാവകാശ സംഘടന പുറത്തുവിടുന്ന കണക്കനുസരിച്ചാണ് ഇത്രയധികം മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വൻ വർധനവാണ് ഈ കോവിഡ് കാലത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വെളിപ്പെടുത്തൽ. ദക്ഷിണ കൊറിയയിലെ ട്രാൻസിഷണൽ ജസ്റ്റിസ് വർക്കിംഗ് ഗ്രൂപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. അതായത് 2020 ജനുവരി മുതൽ 2024 അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ 153 എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നത്. മഹാമാരിക്ക് മുൻപ്, അതായത് കോവിഡിന് മുൻപുള്ള 5 വർഷങ്ങളിൽ ഇത് വെറും 44 ആയിരുന്നു എന്നതാണ് ഏതാണ്ട് 3 ഇരട്ടി കണക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ കിം ജോങ് ഉന്നിന് ഏറ്റവും വിശ്വാസമില്ല, അതായത് പേടിക്കുന്ന കാര്യം മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ വന്നാൽ അത് ചെറിയ കുറ്റകൃത്യങ്ങളായിരിക്കണം. അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നാൽ, വിദേശ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള സ്വാധീനം ജനങ്ങളിൽ ആർക്കെങ്കിലും വന്നാൽ ഇവരെയൊക്കെ കുറ്റവാളികളായി കാണുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കിം ജോങ് ഉന്നിന് ഉള്ളത്. രാജ്യാന്തര UN അന്വേഷണമൊക്കെ രാജ്യാന്തര സമ്മർദ്ദമൊക്കെ ഉണ്ടായ കാലയളവിൽ വധശിക്ഷകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡ് സമയത്തൊന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ വന്നതോടെ കിം ജോങ് ഉൻ യഥാർത്ഥമായി തൻ്റെ നാട്ടിൽ ഇത്തരം വധശിക്ഷകൾ നടപ്പിലാക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് വലിയ ഭീതിയിലാണ് കിം ജോങ് ഉന്നിൻ്റെ ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതിന് മറ്റൊരു തെളിവായി കൂടി ഇത് മാറുകയാണ്. എയർ ഇന്ത്യ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് UAEയിൽ നിന്ന് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും നാളെയുമായാണ് ഈ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ദുബായ്, അബുദാബി, ജിദ്ദ സെക്ടറുകളിലേക്കും മംഗളൂരു സർവീസുകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് നാമമാത്രമായി ചുരുക്കിയ സർവീസുകളിൽ പലതും ഘട്ടം ഘട്ടമായി ഇപ്പോൾ പുനരാരംഭിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് കോഴിക്കോടേക്കും കൊച്ചിയിലേക്കും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും മംഗളൂരു സെക്ടറിലേക്കും മറ്റും സർവീസുകളുണ്ട്. ഒപ്പം അലയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ദുബായിൽ നിന്ന് മംഗളൂരു, തിരുച്ചിറപ്പള്ളി, ലക്നൗ, ഷാർജ, കണ്ണൂർ, ജയ്പൂർ, അമൃത്സർ എന്നിവിടങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാളെയും സമാനമായി തന്നെ യാത്രക്കാർക്ക് ആശ്വാസമായി കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഗൾഫ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചത് പ്രവാസികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുകയാണ് എയർ ഇന്ത്യ എന്ന സന്തോഷകരമായ വിവരമാണ് പുറത്തുവരുന്നത്. മറ്റൊരു അഭ്യൂഹം കഴിഞ്ഞ കുറേ ദിവസമായി പരക്കുന്നത് ഇന്ന് അവസാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിന് ശേഷം ഇന്ധന വിലയിൽ വലിയ വർധനവുണ്ടാകും എന്നൊക്കെയാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത്തരം പദ്ധതികളൊന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇപ്പോൾ ഇത്തരം ഊഹാപോഹങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണം.
അസംസ്കൃത എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയർന്ന പശ്ചാത്തലമുണ്ട്. ബാരലിന് $110 ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില എത്തിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് എണ്ണവില വർദ്ധിപ്പിക്കില്ല എന്നാണ് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അത്തരമൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല. വില കൂടുമെന്ന ഭയത്താൽ ജനങ്ങൾ ഇന്ധന പമ്പുകളിലും മറ്റും പരിഭ്രാന്തിയോടെ എത്തുന്നു, കൂടുതൽ ഇന്ധനം വാങ്ങുന്നു എന്നുള്ളതൊക്കെ വാർത്തകൾ വിവിധ സംസ്ഥാനങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. അത് പലപ്പോഴും ക്ഷാമത്തിന് കാരണമാകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങൾ കടക്കേണ്ട എന്നാണ് പെട്രോളിയം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും എണ്ണ കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ട്, സംശയമില്ല. പക്ഷേ രാജ്യത്ത് ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട് എന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകുകയാണ്. ഏതാണ്ട് $114 വരെ എണ്ണവില എത്തിയിരുന്നു. അവിടെ ഇന്ധന കമ്പനികൾക്ക് പ്രതിദിന നഷ്ടമായി ഇപ്പോൾ സംഭവിക്കുന്നത് 2400 കോടി രൂപ ഒരു ദിവസം നഷ്ടമാണ് കേട്ടോ. 2400 കോടി രൂപ ഒരു ദിവസം നഷ്ടം സഹിച്ചാണ് നമ്മുടെ ഇന്ധന കമ്പനികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പെട്രോളിന് ഒരു 20 രൂപയും ഡീസലിന് ഒരു 10 രൂപയും ഒക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഇന്ധന കമ്പനികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും തൽക്കാലം ഇന്ത്യയിൽ അത്തരമൊരു വർധനവുണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നത്. മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ വ്യോമയാന മേഖലയിലാണ്. ഈ വ്യോമയാന ഇന്ധനത്തിൻ്റെ വില വല്ലാതെ, ഏവിയേഷൻ ഫ്യുവൽ അതിൻ്റെ വില വല്ലാതെ കുതിച്ചുയരുകയാണ്. ഇത് ആ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിമാന സർവീസുകൾ ഇങ്ങനെ തുടർന്നാൽ നിർത്തിവെക്കേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇൻഡിഗോയും സ്പൈസ് ജെറ്റും എയർ ഇന്ത്യയും പ്രതിനിധീകരിക്കുന്ന FIA എന്ന സംഘടന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് കത്തയച്ചു എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏകദേശം 40% ഇപ്പോൾ ഏവിയേഷൻ ടർബൈൻ ഫ്യുവൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വിമാന ഇന്ധനത്തിന് വില വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഈ സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ധനവിലയിലുണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് സർവീസ് റദ്ദാക്കുന്നതിലേക്കും വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നതിലേക്കും നയിക്കുന്ന സ്ഥിതിയാണ് എന്നാണ് വിമാന കമ്പനികളുടെ കൂട്ടായ്മ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് മറികടക്കാൻ വിമാന കമ്പനികൾക്ക് സർക്കാർ അടിയന്തരമായ സാമ്പത്തിക സഹായം നൽകണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പല സർവീസുകളും നിർത്തിവെക്കേണ്ടി വരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. 73 രൂപ നിലവിൽ അന്താരാഷ്ട്ര സർവീസുകൾക്ക് ഇന്ധനത്തിൻ്റെ വില ലിറ്ററിന് 73 രൂപ ഈ 60-70 ദിവസം കാലയളവിൽ വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. ഇത് സർക്കാർ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തര സർവീസുകൾക്ക് 15 രൂപയായി സർക്കാർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വലിയ അന്തരം ഒപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് കൂടിയായതോടെ വിമാന കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുറഞ്ഞപക്ഷം എക്സൈസ് ഡ്യൂട്ടി അത് 11%, അതെങ്കിലും ഒഴിവാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ വിമാന കമ്പനികൾ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. സർക്കാർ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ അഭിമാനമായി നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നിലനിന്നിരുന്ന, ഇന്ത്യക്കൊരു കവചമായി നിന്നിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം S-400 അതിൻ്റെ 4ാം യൂണിറ്റ് മെയ് പകുതിയോടെ ഇന്ത്യയിലെത്തും എന്നുള്ള വിവരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ അഭിമാനം പകരുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ ഇതുമായി പരിശോധന നടത്തി കപ്പൽ മാർഗം ഈ സംവിധാനം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് ഒരുങ്ങുന്നു. രാജ്യത്തെ പ്രധാന വ്യോമ പ്രതിരോധ സംവിധാനമായ ഒന്നാണ് S-400. പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും മറ്റും ഫലപ്രദമായി തടഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് S-400ൻ്റെ മികവായിരുന്നു എന്നുള്ളത് അന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ അറിയിച്ചിരുന്നതാണ്. അപ്പം 11 ദീർഘദൂര മിസൈലുകൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും മറ്റും ചെയ്യുന്നു. രാജസ്ഥാൻ സെക്ടറിൽ വിന്യസിക്കാനാണ് ഇപ്പോൾ നീക്കം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് പാകിസ്ഥാനിലെ സിന്ധു നദിക്ക് കിഴക്കുള്ള മേഖലകളിലെ വ്യോമ സംവിധാനങ്ങളെ പോലും തകർക്കാനുള്ള ശേഷിയുണ്ട്. 2018 ഒക്ടോബറിലാണ് S-400 വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത്. 5 യൂണിറ്റുകൾ വാങ്ങുന്നതിനായിരുന്നു കരാർ പ്രകാരമുള്ള 5ാമത്തെയും അവസാനത്തെയും യൂണിറ്റ് ഈ വർഷം നവംബറിൽ ഇന്ത്യയിലെത്തുമെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ യൂണിറ്റുകൾ ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും തദ്ദേശീയമായ ചില സംവിധാനങ്ങൾ ഒരുക്കാൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ ചില ധാരണകൾ എത്തിയിട്ടുണ്ട് എന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നു. യുവതാരങ്ങൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുന്ന നരേന്ദ്രമോദി ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ വൈറൽ. മില്യൺ കണക്കിന് വ്യൂസ്, മില്യൺ കണക്കിന് ലൈക്സും മറ്റുമാണ് ഇതുമായി ബന്ധപ്പെട്ട് മോദിയുടെ ഈ ചിത്രത്തിൽ ലഭിക്കുന്നത്. സിക്കിം തലസ്ഥാനമായ ഗാങ്ടോക്കിൽ വെച്ചാണ് പ്രധാനമന്ത്രി യുവ ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം
പന്ത് തട്ടിക്കളിച്ചത്. നീലനിറത്തിലുള്ള സ്പോർട്സ് ജാക്കറ്റ് ധരിച്ച് ഗോൾ നേടുന്ന മോദിയുടെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. ഗോൾ അടിച്ച ശേഷം യുവതാരങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി ആഘോഷവും നടത്തുന്നുണ്ട്. ഒപ്പം സിക്കിമിലെ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്കായി, കായിക രംഗത്തിൻ്റെ വളർച്ചയ്ക്കായി സർക്കാർ നിരവധി സഹായങ്ങൾ ചെയ്യും എന്നും സിക്കിമിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളെ കാണും തത്സമയം. ഇതിലെന്തൊക്കെ ചെയ്തിരിക്കണമെന്നുള്ളതിൻ്റെ ഞാൻ എല്ലാവർക്കും ഓരോ ഇത് തരാം. എന്തൊക്കെ വൈദ്യുതി രംഗത്ത് ചെയ്തിരിക്കണോ അത് നടപ്പാക്കിയിട്ട് അതൊന്ന് വായിച്ച് നോക്കിയിട്ട് വിമർശനം നടത്തുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 8-ാം തീയതി പവർ എക്സ്ചേഞ്ചിൽ നിന്നും 250 മെഗാവാട്ട് വാങ്ങുന്നതിന് അനുമതി നേടി ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു, കമ്മീഷൻ കൊടുത്തിരുന്നു. കമ്മീഷൻ ആ പെറ്റീഷൻ പരിധി നടത്തിയത് 24-ന് മാത്രമാണ്. അത് കഴിഞ്ഞ് ഉത്തരവ് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരവ് വരുന്നത്. ഈ 18 വരെ പവർ എക്സ്ചേഞ്ച് വൈദ്യുതി ലഭ്യമായിരുന്നു. പക്ഷേ ഈ പെറ്റീഷൻ അനുമതി വന്നപ്പോഴേക്കും അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഈ ക്രൈസിസ് കണക്കെടുക്കുമ്പോൾ ഈ പെറ്റീഷൻ അടിയന്തര പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ട കമ്മീഷൻ ഭാഗത്ത് വളരെ ഗുരുതരമായ വീഴ്ച വന്നിട്ടില്ല. എന്താണ് ബോർഡിന്റെ അഭിപ്രായം? KCയുടെ അതിനെ വിലയിരുത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് തടസ്സം നിർത്തി എന്നുള്ളത് ഒരു വിവാദം ഉണ്ടാക്കാനില്ല. അതെന്താ കാരണം എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് അറിയില്ലല്ലോ. കമ്മീഷൻ ഇപ്പോഴത്തെ സാഹചര്യം ബോധമുള്ളതാണല്ലോ. ഈ ഒരു അടിയന്തര സാഹചര്യമാണ്, വേറെ കൂടുന്നു, വൈദ്യുതി കൂടുന്നു. അത് തന്നെ. അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ തന്നല്ലോ. ഇപ്പോൾ അവർ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ തരുകയും ചെയ്തല്ലോ. ആ പ്രശ്നം അവസാനിച്ചു. ഇപ്പോൾ ഇന്നലെ തന്നെ റോഡ് ഷെഡിങ് ഇല്ലല്ലോ. അത് കുറച്ച് സമയമുണ്ടുള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മേക്കപ്പ് ചെയ്തു. ഈ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്. അതായത് 8-ാം തീയതി റെഗുലേറ്ററി കമ്മീഷന് ഈ പറയുന്ന സജഷൻ കൊടുക്കുന്നു. അതിനുശേഷം 8-ന് അവർ ആ തീരുമാനം എടുക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം 14-ലേക്ക് മാറ്റി 21, 22 ഹിയറിംഗിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പാചകവാതകത്തിന്റെ പ്രതിസന്ധിയിൽ വന്ന ഇൻഡക്ഷൻ കുക്കറിലേക്ക് കാര്യങ്ങൾ വന്നതൊക്കെ അപ്രതീക്ഷിതമായി വന്നതാണ്. പക്ഷേ ഈ മുന്നൊരുക്കം നടത്തുന്നത് ഇത്രയും ഗൗരവകരമായ സാഹചര്യം ഉണ്ടാകുന്നത് 8-ാം തീയതിയിൽ ഇത് പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പോകുമായിരുന്നില്ല എന്നൊരു വിമർശനം. അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ അടുത്ത് തന്നെ ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷൻ അടുത്ത് നിങ്ങൾ ചോദിക്കാൻ എന്താ അങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അതൊരു ഹാഫ് ജുഡീഷ്യറി ബോഡിയല്ലേ. ഞങ്ങൾ പലതും സംസാരിച്ച് എല്ലാതും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയല്ലേ. കേരളത്തിലല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ആകാശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല, കേരളത്തിലുള്ള ഒരു സ്ഥാപനം. 8-ാം തീയതി ഒരു പെറ്റീഷൻ അത് നിങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കുന്നതാണ് നല്ലത്. അത് ഞങ്ങളായ അഭിപ്രായം പറഞ്ഞ ശേഷമാണല്ലോ ഇപ്പോൾ ഇത് കിട്ടിയത്. ആ സമയത്ത് മിനിസ്റ്റർ ഈ കാര്യത്തിൽ അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുത്താനോ ഇടപെടലോ ആ ഘട്ടത്തിൽ മിനിസ്റ്റർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് ബോർഡ് നമ്മുടെ അടുത്ത് നിർദ്ദേശം തന്നാലല്ലേ നമുക്ക് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ബോർഡ് എൻ്റെ അടുത്ത് നിർദ്ദേശം തന്നിട്ടില്ല. ഇല്ല. വൈകിട്ട് അവസാനം ഞങ്ങൾ ഇടപെട്ടിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ പെട്ടെന്ന് തീരുമാനമെടുത്തത്. ഇല്ല, ബോർഡ് അത് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ് അവർ. അത് കിട്ടിയില്ല എന്നുള്ളതാകുന്നപ്പോഴല്ലേ നമ്മൾ 2024 ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടായത്. അതിൽ കാര്യമായ വർധന ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അതിപ്പോൾ ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ട്രാൻസ്ഫോമർക്ക് മറ്റും ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട റീസണായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ള വസ്തുതയുണ്ട്. ഇത് നിങ്ങളിതൊന്ന് വായിച്ചു നോക്കിയാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. അല്ലല്ല, അത് വേണ്ട. ഇതിൽ അങ്ങനെ ഇത് പറയാൻ പറ്റാത്ത അത്രയും ഉണ്ട്. ഓരോ സെക്ഷനിലും നമ്മൾ ചെയ്ത പ്രവൃത്തികൾ എന്താണ്, ട്രാൻസ്മിഷനിൽ എന്താണ്, ഈ ഉൽപ്പാദനത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളതിനെല്ലാം ട്രാൻസ്ഫോർമർ എത്രണ്ണം വാങ്ങിയിട്ടുണ്ട്, എത്രണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എല്ലാം കൃത്യമായ കണക്കുണ്ട്. എപ്പോൾ മുതലാണ് ലോഡ് ഷെഡിംഗ് ആരംഭിക്കുന്നത്? എപ്പോൾ മുതൽ ആരംഭിക്കുന്നത്? ഇന്നത്തെ അല്ല, ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, അത്രയേ ഉള്ളൂ. അത് 10 മിനിറ്റോ 5 മിനിറ്റോ അതായത് ലോക്കൽ
ഓഫീസേഴ്സിന് അങ്ങനെയല്ല. ഡ്രിപ്പാകുന്നതിനും ലോഡ് ഷെഡിങ്ങിനും വ്യത്യാസമുണ്ട്. ഇല്ല, ഇപ്പം ഇല്ല. ഇത് നടപ്പാക്കത്തില്ല. അല്ല, ഇനി സാഹചര്യം എങ്ങനെ വരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പവർ ഇപ്പോൾ 250 മെഗാവാട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രശ്നം വരില്ല. ഇപ്പോൾ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തപ്പോൾ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോൾ ഇന്നും കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മഴ പെയ്യുന്നതാണ് പറയുന്നത്. അത് വന്നാൽ പിന്നെ പ്രശ്നമേ വരില്ല. കഴിഞ്ഞ ഒരാഴ്ചയോളം തിരുവനന്തപുരത്ത് മാത്രം നേരിട്ട് കാണാൻ തിരുവനന്തപുരത്ത് ഈ മലയോര മേഖലയിലൊക്കെ ഏകദേശം 1 മണിക്കൂറിലധികമാണ് രാത്രികാലത്തിൽ വൈദ്യുതി ഇല്ലാതെ. 11 മണിക്കൂർ കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ അതൊന്നും ലോഡ് ഷെഡിങ് ആണ്. കാറ്റും മഴയും വന്നാൽ മരം വീണാലും കുഴപ്പം വരുമല്ലോ. ഇല്ലാത്ത ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ച ഇല്ല 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 അതെന്താ വെച്ചാൽ ഓവർലോഡ് വരുമ്പോൾ ട്രിപ്പാകുകയാണ്. അങ്ങനെ ചെയ്തിട്ടും 2024 അത്രയും വൈദ്യുതി ഉപഭോഗം ഉണ്ടാകാതിരുന്നിട്ടും ആര് പറഞ്ഞ 2024 വെച്ച് എത്ര കൂടുതലുണ്ട്? മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് ആവർത്തിക്കുകയാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം പോയിട്ടില്ല എന്നും മറ്റും പറയുന്നു. പക്ഷേ അത് ഇന്നലെ മുതൽ ലോഡ് ഷെഡിംഗ് നിലവിൽ വന്നു എന്നാണ് നമുക്ക് ചില അറിയിപ്പുകൾ കിട്ടിയത്. പലയിടത്തായും മഴ പെയ്തു, അതുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഇല്ലാതായത്. അധിക ഉപഭോഗം വരുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണമെന്നുള്ളതാണ് കേരളം ചോദിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള. Real time, on the go, India chooses Network 18. Commanding a whopping 80% of social audience, we don't just define the category, we are the category. And when news breaks, India logs into Network 18 every single time. Network 18. സംസ്ഥാനത്ത് വോട്ടെണ്ണലിന് ഇനി 5 ദിവസം മാത്രം. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. 5-ലധികം സർവേ ഫലങ്ങളാണ് പുറത്തുവരിക. വൈകിട്ട് 6:30 വിവിധ ഏജൻസികൾ ഫലങ്ങൾ പ്രഖ്യാപിക്കും. വോട്ട് വൈബ് തെരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലം ന്യൂസ് 18-ൽ വൈകിട്ട് 6:30 മണി മുതൽ കാണാം. തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോളുകൾ ഇന്ന് പുറത്തുവിടുന്നുണ്ട്. ബംഗാളിലെയും ഫലങ്ങളും പുറത്തുവരും. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം അവസാനിക്കും. അതിനെ തുടർന്നാണ് ഇത്തരം അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുള്ള. വി അരുണുണ്ട്. അരുണ്, അവസാനവട്ട കണക്കുകൂട്ടലിലും കിഴിക്കലിലുമൊക്കെയാണ് LDF പൂർണ്ണമായി എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിപ്പറയുന്നുണ്ട്. നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. ഇപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എക്സിറ്റ് പോൾ ഫലങ്ങളെ ഒരു മുന്നണികളും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണോ? രഞ്ജിത്ത്, വോട്ടെടുപ്പിന് ശേഷം 20 ദിവസം കഴിയുന്നു. 20 ദിവസമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത്. ഇനി 5 ദിവസം കൂടി കാത്തിരുന്നാൽ യഥാർത്ഥ ഫലവും വരും. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ എക്സിറ്റ് പോളുകളെ പരസ്യമായി സ്വീകരിക്കുന്നില്ല. എങ്കിലും രഹസ്യമായി എല്ലാവരുടെ ഉള്ളിലും എന്താണ് ഫലമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയുണ്ട് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 2021-ൽ 11ഓളം സർവേ എക്സിറ്റ് പോളുകളാണ് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നതിൽ ഏറിയ പങ്കും ഇടതുമുന്നണിയുടെ വലിയ മുന്നേറ്റം പ്രവചിച്ചതായിരുന്നു. 77 മുതൽ 120 സീറ്റ് വരെ പ്രവചിച്ചു. ശരാശരി എടുത്താൽ 77 മുതൽ 120 സീറ്റ് വരെ നേടി അധികാരത്തിൽ വരുമെന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ ശരിയായ പ്രവചനങ്ങളുമുണ്ട്. 99 സീറ്റ് ഇടതുമുന്നണിക്ക് നേടാനായി. അങ്ങനെ വരുമ്പോഴും എക്സിറ്റ് പോളിലെ പൂർണ്ണമായി ഇടതുമുന്നണി സ്വീകരിക്കുകയല്ല, അല്ലെങ്കിൽ ശരിയെന്ന് പറയുകയല്ല. കാരണം കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളിൽ പല പ്രധാനപ്പെട്ട സീറ്റുകളും ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ബേപ്പൂർ സീറ്റ് അടക്കം LDF തോക്കുമെന്ന്
പല എക്സിറ്റ് പോളുകളും പറഞ്ഞ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി ആ രീതിയിൽ എക്സിറ്റ് പോളുകളെ സ്വീകരിക്കാത്തത്. UDF-ന് വ്യത്യസ്തമായ അനുഭവം എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ 2011 വളരെ ശക്തമായ മത്സരം പ്രവചിച്ചു. UDF അധികാരത്തിൽ വരുമെന്നും ഇല്ലെന്നും പറഞ്ഞ എക്സിറ്റ് പോളുകളുണ്ട്. 2011 അവർ അധികാരത്തിൽ വന്നു. 16-ലും 21-ലും ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. ഇത്തവണ എക്സിറ്റ് പോളുകളൊന്നും കാര്യമല്ല, എന്തായാലും അധികാരത്തിൽ വരുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പറയുന്നത്. പക്ഷേ അവർക്കും ചില ആശങ്കകളുണ്ട്. എങ്ങനെ പോയാലും 75-80 സീറ്റോളം ലഭിക്കും, മിനിമം അത്രയും ലഭിക്കുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഇടതുമുന്നണിയാകട്ടെ 75 സീറ്റെങ്കിലും നേടി അധികാരത്തുടർച്ച ഉണ്ടാകുമെന്ന് വലിയ ആത്മവിശ്വാസത്തിലുമാണ്. ആത്മവിശ്വാസത്തിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മറ്റു നേതാക്കളൊന്നും അത്ര ശക്തമായത് പറയുന്നില്ലെങ്കിലും പിണറായി തീർത്തും ആത്മവിശ്വാസത്തിലാണ്. ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. BJP-യും ഇത്തവണ മെച്ചപ്പെട്ട പ്രകടനം. കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇത്തവണ മിനിമം 3 സീറ്റെങ്കിലും ലഭിക്കും. തിരുവനന്തപുരത്ത് കഴക്കൂട്ടവും നിയമവും അവർ ഉറപ്പിക്കുന്നു. പാലക്കാടോ മഞ്ചേശ്വരമോ ഒക്കെ ലഭിച്ച ഒരുപക്ഷെ ചാത്തന്നൂറും അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. അങ്ങനെ 3 സീറ്റെങ്കിലും ചുരുങ്ങിയത് ലഭിക്കും. ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത് തുല്യതയിലെത്തിയാൽ അവിടെ BJP ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി മാറുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എക്സിറ്റ് പോളുകളെ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും മുന്നണികളും സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ കടുത്ത ആശങ്കയിലാണ്, കടുത്ത ആകാംക്ഷയിലാണ്. എന്താകും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയാൻ പോകുന്നത്? പ്രീപോൾ സർവേകളേക്കാൾ കുറച്ചുകൂടി ആക്യുറസി, കൃത്യത എക്സിറ്റ് പോളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വളരെ ആകാംക്ഷയോടുകൂടി എക്സിറ്റ് പോളുകളെ കാത്തിരിക്കാനുള്ള കാരണം. ശരി, വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരില്ലാത്തത് കടുത്ത പ്രതിസന്ധിയാവുകയാണ്. സർക്കാർ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കം 126 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് വലിയ ആരോഗ്യ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നു. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സാധാരണപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി, അതുപോലെ തന്നെ ജനറൽ ആശുപത്രി തുടങ്ങിയിടങ്ങളിലാണ് വലിയ തോതിൽ ഡോക്ടർമാരുടെ ഒഴിവുള്ളത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ 126 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ പ്രസവ രോഗം, അതുപോലെ തന്നെ ശിശുരോഗം, എല്ലുരോഗം തുടങ്ങി വിദഗ്ധന്മാർ ഇല്ലാത്തതും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. അതോടൊപ്പം കിടത്തി ചികിത്സ സൗകര്യമുള്ള 10-ലധികം ആശുപത്രികളിലായി 7 സ്ത്രീരോഗ വിദഗ്ധർ മാത്രമാണ് ജില്ലയിലുള്ളത്. ഇതിൽ ഒരാളുടെ മാത്രമാണ് താൽക്കാലിക ചുമതല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലുള്ള 3 ഗൈനക്കോളജിസ്റ്റുകൾ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ഗർഭിണികൾ ചികിത്സ തേടിയെത്തുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ്. ഈ സ്വകാര്യ ആശുപത്രികളിൽ 1 ലക്ഷത്തിന് മുകളിലാണ് പ്രസവ ചികിത്സക്കായി ചെലവാക്കുന്നത്. എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ നിയമിച്ചില്ലെങ്കിൽ വലിയ ചികിത്സാ പ്രതിസന്ധി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകും. ഒരു മാസം മുൻപ് 4 ഓർത്തോ ഡോക്ടർമാരുടെ സേവനം കിട്ടിയിരുന്ന കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഈ ഡോക്ടർ തന്നെ വലിയ കടുത്ത സമ്മർദ്ദത്തിലാണ് ഈ ജോലി ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പൊതു സ്ഥലം മാറ്റത്തിൽ ജില്ലയിലെ ഡോക്ടർമാരുടെ എണ്ണം വീണ്ടും കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ജില്ലയിൽ 3 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ഈ സ്ഥലം മാറ്റത്തിന് അർഹതയുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DMO ആണ്. DMOക്ക് 7 ചുമതലകളാണ്. കാസർഗോഡ് ജില്ലയിലെ DMO ആയിട്ടുള്ള അദ്ദേഹത്തിന് 7 ചുമതലകളാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രതിസന്ധിയിൽ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖല നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തേണ്ടി വരും. നമുക്ക് ആളുടെ പ്രതികരണം എന്തായാലും ഇതിൽ തേടാം. എന്താണ് നിലവിലെ കാസർഗോഡ് ജില്ലയുടെ സാഹചര്യം? ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രയാസമാണുള്ളത്. പ്രത്യേകിച്ചിട്ട് ജീവനക്കാരും ഡോക്ടർമാരുടെയും കുറവ് ജില്ലയിലെ രോഗികൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയെ പൊതുവെ എല്ലാവരും പിന്നെ സർക്കാർ സംവിധാനങ്ങളും ഭരണ അധികാരികളും ഒക്കെ കാസർഗോഡ് ജില്ലയ്ക്ക് ഇത്ര മതി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുകൾ സംബന്ധിച്ച് വലിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ജനറൽ ട്രാൻസ്ഫർ നടക്കുന്ന ഈ സമയത്ത് ഇവിടെ നിന്ന് ആളുകളെ അങ്ങോട്ടേക്ക് അയക്കുന്നു എന്നുള്ളതല്ലാതെ പകരം ആളുകളെ ഒരു തരത്തിലും വരുന്നില്ല. DMOൻ്റെ ഒഴിവ് എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടായതല്ല. കോവിഡ് കാലം മുതൽ കാസർഗോഡ് ജില്ലയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥിരമില്ല. പലപ്പോഴും ചുമതലയായിരുന്നു. ചുമതലയുള്ള ആളുകൾ റിട്ടയർ ചെയ്തപ്പോൾ ഇപ്പോൾ ഉള്ള DMOക്ക് പല ചുമതലകളുണ്ട്. ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചുമതലകളുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു അവഗണനയാണ് ജില്ലയോട് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയ്ക്കുണ്ട്. എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു സാഹചര്യം? മെഡിക്കൽ കോളേജ് ഇപ്പോൾ എൻഡോസൾഫാൻ രോഗികൾ ഉള്ള ഒരു മേഖല എന്നുള്ള രീതിയിലാണ് കാസർഗോഡ് ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതുവരെ മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല. ഒരു OP പ്രവർത്തിക്കുന്നു എന്നതിലപ്പുറം പേരിനൊരു മെഡിക്കൽ കോളേജും ഒരു ക്യാമ്പസും എന്നതിനപ്പുറം ജനങ്ങൾക്ക്, രോഗികൾക്ക് അതിൻ്റെ ഉപകാരം ഇതുവരെ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അതായത് കേരളത്തിൽ തന്നെ
കിടത്തി ചികിത്സയില്ലാത്ത ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയേണ്ടി വരും. എന്തായാലും നിലവിലെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും കാസർഗോഡ് ജില്ല കടക്കുക. നമ്മൾ കണ്ടതാണ് കോവിഡ് കാലത്ത് അതിർത്തി അടച്ചപ്പോൾ 17 പേരുടെ ജീവനാണ് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കുൾപ്പെടെ കർണാടകയെ ആശ്രയിക്കണം, അതല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. സ്വകാര്യ ആശുപത്രികളാകട്ടെ വലിയ ബില്ല് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇതോടൊപ്പമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ എന്ന് പറയുമ്പോഴും വിദഗ്ധ ഡോക്ടർമാരില്ലാത്തത് വലിയ പ്രതിസന്ധി അവരുണ്ടാക്കുന്നുണ്ട്. ഏതായാലും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇതിനെല്ലാം പരിഹാരമുണ്ടായേക്കാം. നിലവിലെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാസർഗോഡ് ജില്ല ഈ ആരോഗ്യ മേഖലയെ കടക്കുന്നതെന്ന് പറയേണ്ടി വരും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.